പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നില്ല, അത് മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം. റിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ റിവ്യൂ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. റോ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസ്, ദ ഊസോസ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് ജേക്കബ് ഫാറ്റു വന്നിട്ട് റോമൻ റെയിൻസിനെ എക്നോളജി ചെയ്യുന്ന ഒരു സെറിമണി. അതായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് റോമൻ റെയിൻസ് ഊസോസ് റിങ്ങിലേക്ക് വരുന്നു. അങ്ങോട്ടേക്ക് ജേക്കബ് ഫാറ്റുവിനെ അവർ വെൽക്കം ചെയ്യുന്നു. ജേക്കബ് ഫാറ്റു വരുന്നു, പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. താൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിനെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കുന്നതും ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. കൂടാതെ റോമൻ റെയിൻസിൻ്റെയും ഊസോസിൻ്റെയും കൂടെ ജേക്കബ് ഫാറ്റു ജോയിൻ ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ചിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ ആദ്യത്തെ മത്സരമാണ് കാണാൻ സാധിച്ചത്. ഒബാഫെമി വേഴ്സസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ പെൻഡ വേഴ്സസ് കാർമെലോ ഹേസസ് വേഴ്സസ് സോളോസിക്കോവ തമ്മിലുള്ള ഒരു ഫേറ്റൽ ഫോർ വേ മത്സരം. ഇതിൽ ഒബാഫെമിയുടെ ഒരു എൻട്രൻസ് ആണ് അവസാനം നടന്നിട്ടുണ്ടായിരുന്നത്. ഒബാഫെമി ആ റിങ്ങിലേക്ക് കയറുന്ന ഒരു സമയത്ത് തന്നെ കാർമെലോ ഹേസ് വന്നിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് ബാക്കിയുള്ള രണ്ട് റെസ്ലേഴ്സും ഒബാഫെമിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെ അടിച്ചുകൊണ്ട് ആ എൻട്രൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒബാഫെമിയുടെ ഒരു മൊമെൻറ്റോട് കൂടിയിട്ടാണ് മത്സരം ആരംഭം കുറിക്കുന്നത്. ഒബാഫെമിയെ എങ്ങനെയും കീഴടക്കിക്കൊണ്ട് മത്സരം ഞങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് തുടക്കത്തിലെ ഈ മൂന്ന് റെസ്ലേഴ്സും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. സോളോസിക്കോവയുടെ കൂടെ വന്ന ടോള ടോങ്കയുടെ ഒരു ഇടപെടൽ മത്സരത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചു. സോളോസിക്കോവയും ഒബാഫെമിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ചെറിയ രീതിയിൽ ആ ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകുന്നതായും കാണാൻ സാധിച്ചു. അങ്ങനെ മത്സരത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു തീപ്പൊരി പ്രകടനം നടത്തിക്കൊണ്ട് ഒബാഫെമിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ്, ടോള ടോങ്കയൊക്കെ എടുത്തെറിയുന്നു, പെൻഡയെ എടുത്തെറിയുന്നു, ഈ സോളോസിക്കോവയെ എടുത്തെറിഞ്ഞ് ആ ഫിനിഷർ അടിച്ച് ആ പവർ ബോംബ് അടിച്ച് സോളോസിക്കോവയെ പിൻ ചെയ്തിട്ട് ഒബാഫെമി ഈ ഫേറ്റൽ ഫോർവേയിൽ വിജയിക്കുന്നു. വിജയിച്ച ഉടനെ തന്നെ ബ്രോക്ക് ലെസ്നറിനുള്ള ഒരു വെല്ലുവിളിയാണ് കൊടുക്കുന്നത്. 1-1 എന്നുള്ള ഒരു ഈക്വലാണ് നിലവിൽ നിൽക്കുന്നത്. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ബ്രോക്ക് കരുതണ്ട എന്നും താൻ എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ച് ബ്രോക്കിനെതിരെ വരും എന്നുള്ളതും അടിവരയിടുന്ന ഒരു ചെറിയൊരു പ്രൊമോ സെഗ്മെൻറ്റ് നമുക്ക് ഈ മത്സര വിജയത്തിന് ശേഷം ഒബാഫെമിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പുതിയ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ സോൾഡ്രോക്കയുടെ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ സെഗ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പറയത്തക്ക വലിയ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചില്ല. താരം ആ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. റോ എപ്പിസോഡിൽ രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ടാഗ് ടീം മത്സരമാണ്. ഹോൾ ഓഫ് ഫെയിമറായ റേ മിസ്റ്റീരിയോയും ഡ്രാഗൻ ലീയും ടീം ആയിക്കൊണ്ട് റൂസേവ്, ഈതൻ പേജ് തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരം. കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കണ്ടിന്യൂവേഷൻ എന്ന് തന്നെ ഈ ടാഗ് ടീം മത്സരത്തെ പറയേണ്ടി വരും. മത്സരത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ റേ മിസ്റ്റീരിയോ, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീമിനാണ് വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. ഈതൻ പേജിനെ പിൻ ചെയ്തിട്ടാണ് മത്സരം അവസാനിച്ചത്. നല്ലൊരു ടാഗ് ടീം മത്സരം നമുക്കിവിടെ കാണാൻ സാധിച്ചു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ ആദ്യ ഫേറ്റൽ ഫോർ വേ മത്സരമായിരുന്നു. ഇയോ സ്കൈ വേഴ്സസ് ലാഷ് ലെജൻഡ് വേഴ്സസ് റോക്സിനി പെരസ് വേഴ്സസ് ജൂലിയ തമ്മിലുള്ള ഒരു ഫേറ്റൽ ഫോർ വേ മത്സരം. ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം 4 റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. ലാഷ് ലെജൻഡിനെ നല്ല പവർഫുൾ ആക്കിയിട്ടുള്ള റെസ്ലറാക്കിയിട്ടാണ് അവർ ഈ മത്സരത്തിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ആദ്യം വിജയിക്കുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് മത്സരം കൊണ്ടുപോയി. ഇയോ സ്കൈ എക്സ്പീരിയൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ, ഇയോ സ്കൈക്ക് ക്രൗഡ് സപ്പോർട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇയോ സ്കൈ വിജയം നേടിയെടുത്തുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടിയെടുക്കുന്നതാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടായിട്ട് കാണാൻ സാധിച്ചത്. ജൂലിയ എന്ന ഫോർമർ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ പിൻ ചെയ്തിട്ടാണ് ഇയോ സ്കൈ ഫേറ്റൽ ഫോർ വേയിൽ വിജയം കരസ്ഥമാക്കുന്നത്. പിന്നീട് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരമാണ് കാണാൻ സാധിച്ചത്. സൂപ്പർ താരമായ സെത്ത് റോളിൻസും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിഗംഭീരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു മത്സരം. ഇവരുടെ ബാക്ക്ലാഷിൽ നടന്ന മത്സരത്തേക്കാൾ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. അങ്ങനെ കുറേയധികം നല്ല നല്ല മൊമെൻറ്റ്സ് ഈ മത്സരത്തിനുണ്ടായിരുന്നു. നല്ല പവർഫുൾ ആയിട്ടുള്ള മൂവ്സ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. ഓസ്റ്റിൻ തിയറി, മോൻറ്റസ് ഫോർഡ് തുടങ്ങിയവരുടെ ഒരു ഇടപെടൽ നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചു. കൂടാതെ ബ്രോൺ ബ്രേക്കർ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് സ്പിയർ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അത് പെഡിഗ്രിയാക്കി മാറ്റിയെടുക്കുന്ന സെത്ത് റോളിൻസിൻ്റെ മൊമെൻറ്റും കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സെത്ത് റോളിൻസ് പിൻ ചെയ്യുന്ന ഒരു സമയത്ത് ബ്രോൺ ബ്രേക്കറിൻ്റെ കാലെടുത്തിട്ട് ആ റോപ്പിലേക്ക് പോൾ ഹേമന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പോൾ ഹേമനോട് ചൂടായിട്ട് പോകുന്ന ഈ
സെത്രോൺസിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്ന ബ്രോൺ ബ്രേക്കറിന് അടി തെറ്റുന്നു. അത് പോൾ ഹേമനെ സ്പിയർ ചെയ്യുന്നതിലേക്ക് നയിക്കപ്പെടുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് കെർബ് സ്റ്റോംപ് കൊടുത്ത് ബ്രോൺ ബ്രേക്കറിനെ സെത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് മെയിൻ ഇവൻറ്റിൽ വിജയം നേടിയെടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ ഒരു എക്നോളജി ചെയ്യുന്ന ഒരു സിമ്പിളും കാണിച്ചുകൊണ്ട് ആ ഒരു സെത്തിൻ്റെ ഒരു ഫേസും കാണിച്ചുകൊണ്ടാണ് റോ എപ്പിസോഡ് ക്ലോസ് ആകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ സെത്തിന് മത്സരമുണ്ട്. അപ്പോൾ സെത്ത് ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന, വിജയിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു റെസ്ലറാണെന്ന് പറയേണ്ടി വരും. ഈ ഒരു ബ്രോൺ ബ്രേക്കറിനെതിരെയുള്ള മെയിൻ ഇവൻറ്റ് മത്സരത്തിലെ വിജയം കൂടി അതിന് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നതാണ്. എന്തായാലും ഒരു നല്ലൊരു റോ എപ്പിസോഡ് തന്നെയായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.